ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ നാശം പിടിച്ച തള്ള പറഞ്ഞാണെങ്കിൽ അത് കുഴപ്പം പിടിച്ച എന്തോ കാര്യത്തിന് വേണ്ടിയുള്ളതായിരിക്കും. ഇതിപ്പോ അമ്മ ചോദിച്ചാലല്ല, താൻ എനിക്ക് പ്രതീക്ഷ വന്നതല്ല. ആഹാ, ഒരു കാര്യം പറഞ്ഞു തരുന്നതിന് മുമ്പ് പ്രതീക്ഷ കൊണ്ട് നടക്കാൻ ആരാ പറഞ്ഞ? എന്ത് ദേവേട്ട? അമ്മയുടെ ക്ഷേത്രത്തിൽ തൊഴുകാൻ പോയിരിക്കുക. അവിടുന്ന് സംസാരിച്ച്. ഈശ്വര, ആപത്തൊന്നും ഇല്ലല്ലോ, അത് തന്നെ സന്തോഷം. കുടുംബത്തിലെന്തോ വലിയ വലിയ ചടങ്ങുകൾ നടക്കാൻ പോകുന്നാ പറഞ്ഞ്. ഒരു തൊട്ടിൽ കെട്ടാൻ സമയമായി എന്നൊക്കെ പറഞ്ഞു. എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായി. ക്ഷേത്രത്തിൽ വെച്ച് അമ്മ രാധിക മോളെ കണ്ടിട്ടുണ്ടാവും. അവൾക്ക് വിശേഷമായിട്ടുണ്ടെന്നാ തോന്നുന്നത്. അതാവോ അമ്മ പറഞ്ഞത്? ഏയ്, രാധിക മോൾക്ക് അങ്ങനെ ഒരു വിശേഷം ഉണ്ടെങ്കിൽ അവൾ ആദ്യം നമ്മളെല്ലാം വിളിച്ചു പറയാ. അതുമല്ല, രാധിക മോള് ഗർഭിണിയാണെങ്കിൽ നമ്മളെ അമ്മ സന്തോഷത്തോടെ വിളിച്ചു പറയോ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അമ്മയുടെ സ്വഭാവം എപ്പോഴും ഒന്നുപോലെയാണോ? ഏതെങ്കിലും വഴിക്ക് അറിഞ്ഞപ്പോ നമ്മൾ അറിയിക്കണമെന്ന് തോന്നിക്കാണും, അത്ര തന്നെ. എന്തായാലും നമ്മുടെ നേർച്ചയും വഴിപാടും ഒക്കെ ഫലിച്ചു എന്നാ തോന്നുന്നത്. ആയിരിക്കോ? ആയിരിക്കും ദേവേട്ട. അധികം വൈകാതെ അമ്മ പറഞ്ഞതുപോലെ ഒരു തൊട്ടില് കിട്ടും. നമ്മളെ അപ്പൂപ്പനും അമ്മൂമ്മയെന്നും വിളിക്കാൻ ഒരു കുഞ്ഞു വരും. ഈശ്വര, ഭഗവാനെ, ഒരു കുഴപ്പമില്ലാതെ പ്രിയങ്കയെ കാത്തു രക്ഷിച്ചല്ലോ. പ്രിയങ്കയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമായിരുന്നെങ്കിൽ അതിന്റെ പേരിൽ വരുൺ കേസിൽ അകപ്പെട്ടു പോയനെ. അതൊന്നും ഇല്ലാതെ കാത്തു രക്ഷിച്ചല്ലോ. കണിമംഗലത്ത് ഒരു പ്രശ്നം ഉണ്ടാവാതെ നോക്കിക്കൊള്ളേ. എന്ന് മുതലാ മോളെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അച്ഛനോടും അമ്മയോടും മറച്ചു വെക്കാൻ തുടങ്ങിയത്? അത് അമ്മ. അല്ല, സാധാരണ സന്തോഷമുള്ള ഒരു കാര്യം വന്നാല് ആദ്യം നീ അറിയിക്കുന്നത് ഞങ്ങളെയാണല്ലോ. സന്തോഷമുള്ള കാര്യം? ആ, മുത്തശ്ശി പറഞ്ഞപ്പോഴാ ഞങ്ങൾ അറിഞ്ഞത്. മുത്തശ്ശി എവിടെ വെച്ച് നിങ്ങൾ കണ്ടത്? അത് മുത്തശ്ശിയ. നാണവും പരിങ്ങലും ഒന്നും വേണ്ട കുട്ടി. പെൺമക്കൾ കല്യാണം കഴിഞ്ഞു പോയാ അച്ഛനും അമ്മയും കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാ ഇത്. ഞങ്ങക്ക് നിന്റെ കുഞ്ഞിനെ ലാളിക്കാനുള്ള ആഗ്രഹം കാണില്ലേ? അമ്മ എന്തൊക്കെയാ പറയുന്നേ? ഓ, ഇനിയിപ്പൊ തുറന്നു ചോദിച്ചാലേ പറയുന്നുണ്ടെങ്കി അങ്ങനെ. എന്റെ കുട്ടിക്ക് വിശേഷം ഉണ്ടല്ലേ? എന്റെ അമ്മ ഇതൊക്കെ ആരാ പറഞ്ഞ? മുത്തശ്ശി. കുറച്ച് കാശ് കരുതി വെച്ചോ, ഒരു തൊട്ടില് കെട്ടാനുള്ള സമയമായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ അമ്മയുടെ ഒരു കാര്യം. അമ്മ മുത്തശ്ശി എന്തെങ്കിലും കള്ളക്കഥ പറഞ്ഞതായിരിക്കും. എനിക്കൊരു വിശേഷമില്ല. മോളെ, സത്യമായിട്ടാണോ നീ പറയുന്നേ? ആ, പിന്നല്ലാതെ. അമ്മ, അല്ലെങ്കിൽ ഇതൊക്കെ അച്ഛനമ്മയും വിളിച്ചറിയിക്കാൻ എനിക്കെന്താ പ്രയാസം? മുത്തശ്ശി പറഞ്ഞതുകൊണ്ട് വെറുതെ ആയിരിക്കും അച്ഛൻ പറഞ്ഞതാ. അപ്പൊ ഞാൻ കുറെ തർക്കിച്ചു. അച്ഛന് കുറെ പ്രതീക്ഷകൾ കൊടുക്കുകയും ചെയ്തു. എന്ത് കഷ്ടം അമ്മ. ആ, മനസ്സിൽ ആഗ്രഹം കൂടി ആയതുകൊണ്ട് തോന്നിപ്പോയതാവാം. അത് പോട്ടെ മോളെ. ആ, പിന്നെ അമ്മ, ഇന്നലെ പ്രിയങ്കയ്ക്ക് ചെറിയൊരു അപകടം ഉണ്ടായി. പ്രിയപ്പ ഹോസ്പിറ്റലിലാ. ഹലോ ഹലോ അമ്മ.
ഞാൻ പറഞ്ഞതല്ലേ യശോദേ, അമ്മ പറയുന്ന വാക്കുകൾ കേട്ടിട്ട് ആരെങ്കിലും ആഗ്രഹിക്കാൻ നിൽക്കൂ? എന്നാലും സങ്കടായിപ്പോയി ദേവേട്ടാ. ഈ സങ്കടവും കണ്ണീരൊക്കെ രാധികമോളെ കാണിച്ചോ? ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. നന്നായി. അത്തരം കാര്യങ്ങളൊക്കെ വിധിയാമണ്ണം നടക്കും. അവളുടെ കുഞ്ഞിനെ നമ്മൾ ലാളിക്കുകയും കൈപിടിച്ച് കൊണ്ടുനടക്കുകയൊക്കെ ചെയ്യും. അതിനുള്ള യോഗമൊക്കെ നമുക്കുണ്ടാവും. ആശ്വസിക്കുക. എന്താടോ? ഒരു വിശേഷമുണ്ട്. എന്ത് വിശേഷം? വിശേഷം എന്ന് പറഞ്ഞാൽ എന്താ? വിശേഷം എന്ന് പറഞ്ഞപ്പോ എന്താ വിശേഷം? അല്ല എന്താ? അതല്ല, ഈ പെൺകുട്ടികൾക്ക് വിശേഷം എന്ന് പറഞ്ഞാൽ എന്താ? ഹേയ്, എടോ, അതിപ്പോ പെണ്ണെന്ന് പറഞ്ഞാലും ആണെന്ന് പറഞ്ഞാലും വിശേഷം വിശേഷം തന്നെയല്ലേ? ശ്ശ്, എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. ഈ പെണ്ണുങ്ങൾക്ക് വിശേഷം വന്നു പറഞ്ഞു കേട്ടിട്ടില്ലേ? ആ വിശേഷോ? എന്റെ ദൈവമേ, ശരിക്കും? ഇത് തന്നെ ഞാൻ ചിരിച്ചോണ്ട് വന്നത്. ഈ ഒരു ചോദ്യവും ഈ ഒരു സന്തോഷമൊക്കെ ഇല്ലേ, ഇപ്പൊ ഞാൻ കേട്ടിട്ട് വരും അമ്മയുടെ കയ്യിൽ നിന്ന്. അല്ല, താൻ എന്തൊക്കെയാ പറയുന്നേ? അമ്മ എന്നെ വിളിച്ച് ചോദിച്ചു, നിനക്ക് വിശേഷം ഉണ്ടോന്ന്. ആ, ഞങ്ങൾക്ക് കുഞ്ഞിക്കാല് കാണാൻ സമയമായോന്ന്. അല്ല, അപ്പൊ ശരിക്കും ഇല്ലേ? അങ്ങനെയൊന്നും ഇല്ല. അല്ല, പിന്നെന്തിനാ അമ്മ ഇപ്പൊ അങ്ങനെ ചോദിച്ചേ? അതതിലും വിശേഷം. സാധാരണ അച്ഛന്മാരും അമ്മമാരും സ്വപ്നം കണ്ടിട്ട് നിനക്ക് വല്ല വിശേഷം ഉണ്ടോന്ന് വിളിച്ചു ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഇത് അമ്മയോട് മുത്തശ്ശി പറഞ്ഞൂന്ന്. വീട്ടിലൊരു തൊട്ടില് കെട്ടാൻ സമയായിന്ന്. ദേവനോട് കുറച്ച് കാശൊക്കെ കരുതി വെച്ചോളാൻ പറയാൻ. അത് കേട്ടപ്പോ അമ്മയ്ക്ക് തോന്നി എനിക്ക് വിശേഷം ഉണ്ടെന്ന്. ഈ മുത്തശ്ശിക്ക് എന്താ ഇതിലൊക്കെ കാര്യം? ആ നാശം പിടിച്ച തള്ള പറഞ്ഞാണെങ്കിൽ അത് കുഴപ്പം പിടിച്ച എന്തോ കാര്യത്തിന് വേണ്ടിയുള്ളതായിരിക്കും. ഇതിപ്പോ അമ്മ ചോദിച്ചാലല്ല, താൻ എനിക്ക് പ്രതീക്ഷ തന്നതല്ല. ആഹാ, ഒരു കാര്യം പറഞ്ഞു തരുന്നതിന് മുമ്പ് പ്രതീക്ഷയും കൊണ്ട് നടക്കാൻ ആരാ പറഞ്ഞേ? അച്ഛനും അമ്മയ്ക്ക് അല്ല, അച്ഛനും അമ്മയ്ക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവരെ സങ്കടപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. നമുക്ക് ആ ആഗ്രഹം എന്ന് സാധിച്ചു കൊടുത്താലോ? ആ, തുടങ്ങി. മുൻപ് മുത്തശ്ശിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കലായിരുന്നു. ഇപ്പൊ അച്ഛന്റെ അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കലായി. ഓ, അതൊക്കെ സമയത്ത് നടക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ആ, പറ്റിയ സമയ.